ഈ കുഞ്ഞൂട്ടൻ എന്നുള്ള പേര് മാത്രമേ ഒരു കുഞ്ഞുള്ളൂ. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കത്തൊന്നും അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരുപാട് ടൈപ്പ് ഫുഡുകളുണ്ട്, മെക്സിക്കൻ, ചൈനീസ്, അല്ല എല്ലാവരും കാണല്ലേ. പക്ഷേ മലയാളികൾ തിരിച്ച് ഊണിലേക്ക് വരും. നമ്മളപ്പോൾ ഊണിന്റെ ആൾക്കാരാണോ? പാസ്പോർട്ടിന്റെ കൂടെ തന്നെ എന്നെ ഐഡന്റിറ്റി കാർഡായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. വിദേശ രാജ്യങ്ങളിൽ ഭയങ്കര കെയറാണ്, കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഉള്ളിൽ ഓഫീസിലൊക്കെ പോയിട്ട് വരും, അവിടെ പോയിട്ട് ഈന്തപ്പഴമൊക്കെ തരുമായിരിക്കും. ടിനി പക്രുയെ കൊണ്ട് ജീവിക്കുന്നു, അല്ല പക്രു ടിനി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ആ രീതിക്ക് സംസാരം ഉണ്ടായ കാലഘട്ടം ഉണ്ടല്ലേ? ജീവിക്കണ്ടല്ലോ, അത് മതി. സലീംകുമാർ സലീമേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ആ പാമ്പും വേലായുധനും വരുന്നുണ്ട്. അപ്പൊ ഈ പടത്തിൽ എനിക്ക് 2 നായികമാരാ. അല്ല, ഞാൻ എൻ്റെ അകത്ത് ബ്രഹ്മചാരിയാണ്. സ്ക്രിപ്റ്റില് ഇവൻ ഇടപെട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അപ്പൊ നായികയായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ എന്നെ നിർത്തുന്നത് 1 കിലോമീറ്റർ അപ്പുറമാണ്. ഡാൻസ് സീക്വൻസിലൊക്കെ നമ്മളെ പിടിച്ചിട്ട് പോകുന്നൊരു പേടിയുണ്ട്. മൂൺ വാക്കൊക്കെ ചെയ്യാം. അതെ, ഇവന്റെ ബുദ്ധി എന്റെ ശക്തി അതാണ്. ഇടയ്ക്ക് ഈ ശക്തി കുറയ്ക്കാൻ ഞാൻ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരുമെന്ന്. സ്വർണ്ണപ്പണിക്കാരനാ, അതാണ് ആ പേര് വന്നത്. ടിനിയോടുള്ള എന്തെങ്കിലും ഉപദേശം നടത്തിയിട്ടുണ്ട്? ഞാൻ എന്നും ഉപദേശിക്കാൻ. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ 3 അതിഥികൾ, 3 പേർക്ക് സ്വാഗതം. നമസ്കാരം. 916 കുഞ്ഞുട്ടൻ. ഓ, എന്താ പേര് ടിനി? ഇത് 916 കറക്റ്റ് ആയില്ലേ? നമ്മളതാ 4 പേര് ഇരുത്താം. 916 എന്ന് കിട്ടണം. 1 സെൻട്രൽ ഇരിപ്പുണ്ട്, 9 ഇവിടെ, 6 ഇവിടെ ആണ്. അപ്പോൾ 1 തുടങ്ങുന്നല്ലേ ഏറ്റവും നല്ല. എപ്പോഴും 1 തുടങ്ങാനല്ല. ഇവിടെ നിന്ന് പോവാം. പോയേക്കാം പറഞ്ഞോളൂ. രാവിലെ ഒന്ന് ഉഷാറല്ലേ? പിന്നല്ലാതെ പൊളിച്ചാലോ നമുക്ക്. പിന്നെന്താ, ടിനി ഏറിനൊക്കെ ഇറങ്ങി വന്ന് നിർത്തിയിട്ടുണ്ട്. ഇനി ഏറി കേട്ടാൽ നമുക്കിവിടെ നല്ല രീതിക്ക് കൊണ്ട് അവിടെ ഇരുത്തണം ടിനിനെ. അതൊരു വിഷയമുള്ള കാര്യമില്ല. എനിക്കിത് കേട്ടിട്ട് മടുത്ത ആള്. എനിക്കിത് വല്ല വിഷയമാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. എനിക്ക് ഒട്ടും വിഷയമല്ല. പിന്നല്ല. അപ്പൊ എങ്ങനെയുണ്ട്? നമുക്ക് എല്ലാവർക്കും എയറിലിരുന്ന് തന്നെ സംസാരിക്കാം അല്ലെ? അപ്പൊ 916 ഒരു മറ്റൊരു സിനിമ, പ്രേക്ഷകർ സിനിമ ഏറ്റെടുക്കുന്ന കാലഘട്ടത്തിൽ ഒരു സിനിമ അങ്ങ് വരികയാണ്. 916 എന്താണ് പറഞ്ഞു വെക്കണം? 916 കുഞ്ഞൂട്ടൻ പറഞ്ഞു വെക്കുന്നത് എന്താ പറയുക, കൂടുതൽ അവകാശവാദങ്ങളൊന്നും ഇല്ലാതെ കുഞ്ഞൂട്ടൻ എന്നൊരാളുടെ ജീവിതത്തിൻ്റെ ഒരു ഏട് അങ്ങനെ പറഞ്ഞു പോകുന്നു. അതിലേക്ക് കുറേ നല്ല കഥാപാത്രങ്ങൾ വരുന്നു. മാക്സിമം രസിപ്പിക്കണം എന്നുള്ള തരത്തിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് മൂഡിലേക്ക് സിനിമ അങ്ങനെ പോകും. അതാണ് സിനിമയെ കുറിച്ചിട്ട് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തരം കഥാപാത്രങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു അവകാശവാദമുള്ള ഒരു ചെറിയൊരു സബ്ജക്റ്റ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന, വിശ്വാസം നമ്മൾ ഇറക്കുന്ന സബ്ജക്റ്റ്, ഈ ഒരു നാടൻ സ്റ്റൈൽ അല്ലെ, ഒരു ഗ്രാമവും കുറെ സുഹൃത്തുക്കളും അങ്ങനെയൊക്കെ ഈ സിനിമയിൽ കാണുമ്പോൾ ലുക്കിലും അതിലെല്ലാം എനിക്ക് തോന്നി, എനിക്ക് പേഴ്സണൽ ഒരു പ്രേക്ഷകൻ എന്ന രീതിക്ക് തോന്നിയതാണ്. അതിലെല്ലാം ഉണ്ട് ഇതിനകത്ത്. അതാണ് ഞാൻ പറഞ്ഞത്, നാടൻ ശൈലി മാത്രമല്ല, എന്നാൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള എന്താ പറയുക, ഒരു മാസോ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മോഡേൺ ഔട്ട്ലുക്കിൽ വരുന്ന സംഭവങ്ങളും സിനിമയിലുണ്ട്. കണ്ടല്ലേ? വില്ലനാണോ നായകനാണോ എന്ത് കഥാപാത്രം അതങ്ങനെ സർപ്രൈസ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുക. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും ഉണ്ടല്ലോ, കൊച്ചു കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ, ഒരു നല്ല പ്രായമുള്ള ആൾക്കാർക്ക് വരെ ഒരു സിനിമ കണ്ട് ഒരു സുഖം കിട്ടുന്ന തരത്തിലേക്കാണ് അത് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. പിന്നെ അതിനകത്ത് ഇപ്പം ഞാൻ കുറേ സിനിമകളിൽ പ്രധാന വേഷം ചെയ്തതിൽ ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് കുഞ്ഞൂട്ടൻ്റെ ഒരു കൗതുകം തോന്നി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ, എന്നാൽ നമുക്ക് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒതുക്കി ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു രസമുള്ളൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞല്ലോ, കുറെ കഥാപാത്രങ്ങൾ ചെയ്തു വെച്ചതിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥാപാത്രം ചെയ്ത കഥാപാത്രങ്ങൾ പല രീതിക്കുണ്ട് അല്ലേ? ജയറാമേട്ടൻ അച്ഛനായിട്ട് അഭിനയിച്ചിരിക്കുന്നു. അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ ഒരു കാലഘട്ടത്തിൽ അജയ് ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ ഏറ്റവും മനസ്സിൽ സ്വന്തമായിട്ട് തോന്നുന്ന ഒരു കഥാപാത്രം ഉണ്ടാവും. സ്വന്തമായിട്ട് ഇതാണ് എൻ്റെ കഥാപാത്രം, എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ നിന്ന് മാറി പ്രേക്ഷകന് ഈ കഥാപാത്രം എന്ത് കൊടുക്കും? ഇങ്ങനെ പറയാൻ പറ്റും. കാരണം ഞാൻ ചെയ്തിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇതെന്ന് പറയും.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാ തരത്തിലും ഇയാളുടെ രീതികളിലാണെങ്കിലും ഈ ക്യാരക്ടറിനെ വെച്ചിരിക്കുന്ന ചില ഏരിയകളിലും ആണെങ്കിലും പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ പൊക്കക്കുറവൊന്നും ഈ കുഞ്ഞൂട്ടൻ എന്നുള്ള പേര് മാത്രമേ ഒരു കുഞ്ഞുള്ളൂ. ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾക്കകത്തൊന്നും അങ്ങനെയൊന്നുമില്ല. എന്നാൽ ഇയാൾ നല്ലൊരു കുടുംബമുണ്ട് ഇയാൾക്ക്. ഇയാളുടെ ജീവിതത്തിൽ ഓരോരോ സ്റ്റേജസ് ഈ സിനിമയിൽ പറയുന്നുണ്ട്. അങ്ങനെയുള്ള പല പല ഷെയ്ഡുകളിലൂടെ കടന്നു പോകുന്ന ഒരു കൗതുകമുള്ളൊരു ക്യാരക്ടറായിരിക്കും. അപ്പോൾ ഹൈദരാജിക്ക് അറിയാമല്ലോ, നമുക്ക് വിരലിലെണ്ണാവുന്ന നല്ല നല്ല കഥാപാത്രങ്ങളായിരിക്കും നമ്മളെ തേടി എത്തുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ ഘടകങ്ങളും ഒന്നിച്ച് വന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രം വന്നപ്പോൾ ഞാനത് ഏറ്റെടുത്ത് ചെയ്തു അല്ലേ. ഇനി പ്രേക്ഷകർ കാണണം, പ്രേക്ഷകർ കണ്ടിട്ട് തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. എന്തായാലും സിനിമയ്ക്ക് പ്രതീക്ഷയോടെ കയറുന്നവർക്ക് ബോറടിക്കാത്തൊരു സിനിമയായിരിക്കും. അതാണ് പറയാൻ അത് പറയാൻ പറ്റും, ഉറപ്പിച്ച് പറയാൻ പറ്റും. അതെ. ഈ ടിനിയുമായിട്ടുള്ള യാത്ര കാലഘട്ടങ്ങളായിട്ടുള്ളതാണ് അല്ലേ. നിങ്ങളുടെ മിമിക്രി കാലം തൊട്ട് ടിനിയും പക്രുവും എന്ന് തന്നെയാണ് ഒരു കോമ്പിനേഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആ കാലഘട്ടം ഇടയ്ക്ക് ഒരു സിനിമയിൽ നിന്നും നിങ്ങൾ സിനിമകളിൽ നിന്നും മാറിപ്പോയായിരുന്നു. വീണ്ടും നിങ്ങൾ ഒന്നിക്കുന്നത് പ്രത്യേകത ഈ സിനിമയ്ക്ക് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു യാത്ര എങ്ങനെയാണ്? അതായത് ഒരു കാലത്ത് 3 കാലഘട്ടമായിട്ട് വേണമെങ്കിൽ പറയാം. സ്റ്റേജ് ആദ്യം, അത് കഴിഞ്ഞിട്ട് TV ചാനലുകൾ, ഇപ്പോൾ സിനിമ. അപ്പോൾ സിനിമയിൽ തന്നെ ഇപ്പം പല പല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മുടെയൊക്കെ ഒരു ആഗ്രഹം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കലാകാരന്മാരുടെ ഒരു അപ്ഡേഷൻ ഉണ്ടല്ലോ, നമ്മളും കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറേ തമാശകളൊക്കെ പറഞ്ഞു, നമ്മൾ കുറേ സ്റ്റേജ് പരിപാടികളൊക്കെ ചെയ്ത് ജനങ്ങളെ ചിരിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വരുന്ന കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് റിയാലിറ്റി ഷോകളുടെ ജഡ്ജിങ് ടേബിളിൽ ഇരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപിടി നല്ല കഥാപാത്രങ്ങൾ, അതായത് ഞങ്ങൾ ഈ രണ്ടുപേരും കൂടെ നിന്ന് ഭാസി ബഹദൂർ പോലത്തെ സംഭവങ്ങളൊന്നും അല്ല ഈ സിനിമ, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അതുപോലെ തന്നെ ഒരു ടോം ആൻഡ് ബക്രു കോമഡി ഒന്നും ഇതിനകത്തില്ല. ഇതിൽ ടിനിയുടെ ക്യാരക്ടർ വളരെ കൈയടക്കത്തോടെ അതായത് ഒരു സിനിമയുടെ ഒരു പ്രത്യേക സ്റ്റേജിലാണ് ടിനിയുടെ ക്യാരക്ടറിൻ്റെ എൻട്രി. ആ ക്യാരക്ടറാണ് ടിനി ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ക്യാരക്ടറും ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ സമാനമായൊരു കഥാപാത്രമാണ് നമ്മുടെ രാകേഷ് സുബ്രഹ്മണ്യം. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് 916 കുഞ്ഞൂട്ടൻ. അതും ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും കുറേ കഥാപാത്രങ്ങൾ ഇതിലുണ്ട്. എൻ്റെ അച്ഛനായിട്ട് കോട്ടയം രമേശേട്ടനാണ്. അങ്ങനെ കുറേ നല്ല ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് അവരുടെ എല്ലാം കൂടെ പോകുന്ന ഒരു കൗതുകമുള്ള ക്യാരക്ടറായിരിക്കും കുഞ്ഞൂട്ടൻ. അത് പറയാൻ പറ്റും. പിന്നെ എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ സ്റ്റേജ് പരിപാടികളും ചെയ്തു, TV ഷോയിലും കുറേ ഇരുന്നു. അതെല്ലാം അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടു. വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് ഇപ്പോൾ ഒരു വലിയ സ്ക്രീനിൽ കൂടുതൽ സമയം വരുമ്പം അതും പ്രേക്ഷകർ ശ്രദ്ധിക്കും, ഏറ്റെടുക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. തീർച്ചയായിട്ടും. ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലൊരു യാത്ര പ്രേക്ഷകർ എന്നും ഇഷ്ടപ്പെടുന്നത്, നേരത്തെ പറഞ്ഞ സ്റ്റേജിൽ നിന്നും വന്നു, പിന്നെ മിനി സ്ക്രീനിൽ വന്നു, ബിഗ് സ്ക്രീനിൽ വന്നു, ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ജഡ്ജിങ് പാനലിൽ വന്നു, പിന്നെ ഇടയ്ക്ക് വെച്ച് സ്ക്രീനിൽ കാണുന്നില്ലാത്ത ആ രീതിക്ക് വന്ന് നമ്മൾ മിനി സ്ക്രീനിലേക്ക് മാറും. ഒരുമിച്ചുള്ള യാത്രകൾ കുറയുന്നു, ഷോകൾക്കുള്ള യാത്ര കുറയുന്നു. ഇപ്പോൾ വീണ്ടും ഒരു സിനിമയിൽ ഒന്നിക്കുന്നു. നിങ്ങൾ തമ്മിലൊരു യാത്ര എന്നും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട കാലഘട്ടമാണ്. പഴയത് തൊട്ട് നമ്മൾ നോക്കിയാൽ സ്റ്റേജിലെ ഒരേ കോമഡി പരിപാടികളാണെങ്കിലും എനിക്ക് ഏറ്റവും ഇപ്പോഴും ഓർക്കുന്ന 2 പരിപാടി, നിങ്ങൾ രണ്ടും ഒരുമിച്ച് സ്റ്റേജിൽ കണ്ടിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്യാമെന്ന് പ്രിയപ്പെട്ട സഹോദരൻ ടിനിയുടെ അടിയിലൂടെ പോയിട്ട് അത് സിനിമയിൽ ചെയ്തിട്ടുണ്ടല്ലേ? തമിഴിൽ ചെയ്തിട്ടുണ്ടല്ലേ? അത് ഭയങ്കര കയ്യടി മേടിച്ചാണ്. അങ്ങനത്തെ കുറെ കാര്യങ്ങൾ പക്ഷെ നിങ്ങൾ ഒന്നിക്കുമ്പോൾ വേറൊരു മൂഡാണ് പ്രേക്ഷകർക്ക് കിട്ടുന്നത്. അത് ഒരു മാറ്റമില്ല. എന്നെ സംബന്ധിച്ച് പ്രേക്ഷകർ നിലയിൽ എനിക്ക് അങ്ങനെ കിട്ടാറുണ്ട്. ഈ സിനിമയ്ക്ക് വരുമ്പോഴും അത് തന്നെയാണ് ഇപ്പൊ പറഞ്ഞു വെച്ചിരുന്നത് എനിക്ക് മനസ്സിലാകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, എത്ര നല്ല ഭക്ഷണമാണെങ്കിലും ഡെയിലി അത് തന്നെ കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെറുക്കും അല്ലേ, എത്ര നല്ല ഭക്ഷണമാണെങ്കിലും. അപ്പോൾ നമ്മൾ വേറൊരു ഭക്ഷണം വിളമ്പണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും അവർക്ക് ഇഷ്ടപ്പെട്ടത് വിളമ്പുമ്പോൾ അവർക്ക് വീണ്ടും ഇഷ്ടവും. ഇപ്പം നമ്മളിരിക്കുന്ന കാക്കനാടാണ്, ഇവിടെ ഒരുപാട് ടൈപ്പ് ഫുഡുകളുണ്ട്, മെക്സിക്കൻ, ചൈനീസ് അല്ല എല്ലായിടും കാണല്ലേ. പക്ഷേ കുറേ കാലം കഴിയുമ്പോൾ മീൽസ് റെഡി എന്ന് പറഞ്ഞ് എഴുതി വരും. കാരണം എന്താണ്, മലയാളികൾ തിരിച്ച് ഊണിലേക്ക് വരും. അപ്പോൾ അതുപോലെ ഊണ് ഇഷ്ടപ്പെടും. അന്നേരം കുറച്ച് കളയുമ്പോൾ ഇതൊക്കെ കൊതി തീർന്നിട്ട് വീണ്ടും. അപ്പോൾ അതുപോലെ ഒരു ഊണ് കൊടുക്കാനാണ് നമ്മുടെ പരിപാടി. അതെ, ഇത് നാടൻ കഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ന്യൂജൻ ഊണാണോ? വീട്ടിലൂണാണ്. ഇപ്പം ഏത് സ്ഥലത്തും വീട്ടിലൂണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കഴിക്കാൻ ഇഷ്ടപ്പെടും. ഹോട്ടൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത്രയും അങ്ങോട്ട് അട്രാക്ഷൻ കിട്ടില്ല. ഇത് വീട്ടിലൂണാണ്, അതൊരു ഫാമിലി എൻ്റർടൈനറാണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു ന്യൂജൻ സ്റ്റൈലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, പഴയ സിനിമ തന്നെയാണ്. പണ്ട് കാലത്ത് നമ്മൾ ഇഷ്ടപ്പെട്ടുണ്ട്. എന്നാൽ ആ പഴമയിലല്ല ചെയ്തിരിക്കുന്നത്, പുതിയ കാര്യങ്ങളൊക്കെ തന്നെ, പുതിയ ആർട്ടിസ്റ്റുകളും പിന്നെ അതിൻ്റെ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ഫാമിലി എൻ്റർടൈനറാണ്. ഇപ്പം ഞാൻ ഇപ്പോൾ വെക്കേഷന് ഒരു സിനിമക്ക് വന്നു,
ഓർക്കുമ്പോൾ കൊടുത്ത കാശ് മുതലാവണം. അല്ലെങ്കിൽ ആൾക്കാർ വരുമ്പോഴും ഇത് കാശ് നഷ്ടമായി പോയി, ബോറടിച്ചെന്നുള്ളൊരു സാധനം ഇതിനെന്തായാലും പറയില്ല. പക്ഷെ ഇത് എൻ്റെ കുടുംബചിത്രമാണ്. എൻ്റെ കുടുംബം ആയിട്ടുള്ള ആൾക്കാരാണ് എൻ്റെ അകത്ത് നോബി, ഷാജു, നമ്മളൊക്കെ ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ നിന്ന് സീനിയറായിട്ടുള്ള കോട്ടയം രമേശ് ചേട്ടൻ, സുനിൽ സുഗത, പിന്നെ വിജയ് മോഹൻ, വിജയ് മേനോൻ, മേജർ രവി അഭിനയിച്ചിട്ടുണ്ട്, ടി ജി രവി സാറ്, അങ്ങനെ വെറ്ററൻ ആക്ടേഴ്സും ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ ഒരു കൂട്ടായ്മയാണ്. ജനങ്ങൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയാണ് ഇതിൽ വരുന്നത്. അപ്പം അതിൻ്റെ കൂടെ എല്ലാത്തിനും എനിക്ക് എല്ലാ പ്രോസസ്സും എനിക്കിഷ്ടമാണ്. പ്രീ പ്രൊഡക്ഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ, നമ്മുടെ വിഷയം അതാണല്ലോ, പഠന വിഷയം അതാണ്. അപ്പോൾ 916 കുഞ്ഞേട്ടൻ എന്ന് പറയുമ്പോൾ അതിൽ ഞാനെങ്ങനെ വരുന്നു, അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ രണ്ടും ഒരുമിച്ചല്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞപ്പോഴാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്, നീ അവിടെ പോകുന്നു, ഞാൻ അവിടെ പോകും, അങ്ങനെയുള്ളൊരു കൗണ്ടറുകളായിരിക്കും. ഞാൻ വേറെ ഏതോ സ്ഥലത്തു നിന്ന് വരുന്നത്, ഇവൻ വേറെ സ്ഥലത്താണ്. അപ്പോൾ ഇതെല്ലാം കൂടിയാണ് എന്നെ ഇതിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരുമിച്ചായിരുന്നെങ്കിലും സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ചല്ല യാത്രയാണല്ലോ ചോദിച്ചത്. അതെ അതെ. അപ്പം ഇതിൽ 2 സ്ഥലത്തു നിന്നുള്ളൊരു യാത്രകളിലൂടെ കണ്ടുമുട്ടുന്നവരാണ്. 2 ധ്രുവത്തിലാണ് നിങ്ങൾ അന്ന് ഇദ്ദേഹത്തിൻ്റെ വില്ലനൊന്നുമല്ല, അങ്ങനെയുള്ള ഇതല്ല. അത് കുറച്ച് സസ്പെൻസേ ഉള്ളൂ. അപ്പം അത് ഞാനാണെങ്കിൽ ചിലപ്പോൾ പറഞ്ഞു പോകും. അല്ല, അപ്പൊ ഞാൻ ഇടപെടാൻ വേണ്ടി ആക്ഷനായിരുന്നു. 916 കുഞ്ഞൂട്ടൻ എന്ന് പറയുന്ന പേരിനകത്തൊരു തമാശയുണ്ട് കുറച്ച്. പക്ഷെ അങ്ങനെ ഒരു തമാശപ്പടമല്ല എന്നുള്ളത് ആദ്യം തന്നെ അപ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ. നമ്മൾ രണ്ടുപേരും കൂടെ വന്ന് നിന്നിട്ടുള്ള കോമഡികളോ അങ്ങനത്തെ കാര്യങ്ങളോ. ഇത് 916 കുഞ്ഞു തങ്കപ്പെട്ട മനുഷ്യൻ, അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പടം ഈ കൊടുങ്ങല്ലൂരാണ് ഷൂട്ട് ചെയ്തത്. മനോഹരമായൊരു ലൊക്കേഷൻ, അങ്ങനെ നമ്മൾ അധികം കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ഒരു സിനിമയിലും വരാത്തൊരു വീട്, ഒരു തറവാട്ട് വീട്, ഒരു 150 വർഷത്തെ പഴക്കമുണ്ടെന്ന് തോന്നുന്നു. അത്രയും പഴക്കമുള്ളൊരു വീട്. അതുപോലെ തന്നെ ഒരു കായലിൻ്റെ കരയിൽ ഞങ്ങളൊരു ചായക്കടയുടെ സെറ്റ്, ഒരു പുഞ്ചിരിക്കടമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവിടെയുള്ള ആളുകളുടെയൊക്കെ ഒരു വലിയൊരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ആര്യൻ വിജയ് എന്ന് പറഞ്ഞ ഒരു അസോസിയേറ്റ് ഡയറക്ടറായിരുന്ന ആളുടെ ആദ്യത്തെ സിനിമയാണ്. അതുപോലെ മോർസൺ ഡ്രാഗൺ എൻ്റർടൈൻമെൻറ്റ്സ് എന്ന കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതെ. പിന്നെ ക്രിയേറ്റീവ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന വിമൽ രാജാണ്. പിന്നെ നല്ല പാട്ടുകളുണ്ട്. 2 പാട്ടും ഇതിനോടകം തന്നെ മിലേനിയമാണ് പാട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ പാട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കുമ്പം അതൊക്കെ തന്നെ നമുക്കൊരു പ്രതീക്ഷയാണ്, ശുഭപ്രതീക്ഷയായിട്ട് തോന്നുന്നുണ്ട്. കാരണം നല്ല പാട്ടുകൾ പ്രേക്ഷകരിലേക്ക് വരും, അവരെ ഏറ്റെടുക്കുക, ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് ചെയ്ത സിനിമകൾക്കൊക്കെ അത്തരം കുറേ നല്ല പാട്ടുകളുടെ ഭാഗമാകാൻ എനിക്ക് കഴിഞ്ഞു ഒരു വലിയ സന്തോഷമുള്ളൊരു കാര്യം. അങ്ങനെ ഇതിനകത്ത് ഇപ്പോൾ തന്നെ കണ്ണോട് കണ്ണിൽ എന്ന് പറഞ്ഞ പാട്ട് ഭയങ്കരമായിട്ട് ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. മധുബാലകൃഷ്ണനും നാരായണിയും കൂടെ പാടിയ പാട്ട്. മ്യൂസിക് ഡയറക്ടർ ആനന്ദ് മധുസൂദനാണ്. നല്ല ടെക്നീഷ്യൻസൊക്കെ സിനിമയുടെ പിറകിലുള്ളത്. ഇനി പറഞ്ഞ പോലെ തന്നെ ടിനി പറഞ്ഞതൊരു പഴയ സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പഴയ സിനിമയെന്ന് പറഞ്ഞാൽ നമുക്ക് പുതിയ കുപ്പിയിലാണ്. അതായത് മേക്കിങ്ങിൽ വളരെ പുതുമയോടുകൂടി തന്നെ ചില കാര്യങ്ങൾ പറയുന്ന അത്തരത്തിലുള്ള ഒരു സിനിമയായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അത്തരം ഒരു സിനിമകളുടെ ഭാഗമാകുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം വരുന്നത്. ഇപ്പം നമ്മളൊക്കെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇപ്പം ടിനിയുടെ ഒരു ക്യാരക്ടർ അടുത്ത് എവിടെ ഉള്ള ഒരു ക്യാരക്ടറാണ്, അങ്ങനെ ചിന്തിച്ച് നമുക്ക് ഇറങ്ങാൻ പറ്റുമ്പോൾ ഓരോരുത്തരെ ക്യാരക്ടർ അങ്ങനെ ചിന്തിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു കഥയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഈ സിനിമയുടെ പേര് കൊണ്ടും അല്ല, ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ പ്രായമായവർ മനസ്സിലാവാതെ വരത്തില്ല. അതെന്താണ് അങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. കുട്ടികളാണെങ്കിലും അവർക്കും കുഞ്ഞൂട്ടൻ്റെ സംഭവങ്ങൾ മനസ്സിലാവും. നടുവിലുള്ള അവർക്കും തന്നെ ഓൾറെഡി അവർ എന്ത് കൊടുത്താലും ഈ പറഞ്ഞ പോലെ തന്നെ ടിനി പറഞ്ഞ പോലെ തന്നെ വ്യത്യസ്തമായിട്ട് എന്ത് കൊടുക്കുന്നോ അതെടുക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഈ 916 കുഞ്ഞൂട്ടൻ എന്ന് പറഞ്ഞ പേര് മാറ്റി 916 വലിയേട്ടൻ എന്നാക്കിയിട്ട് ഇദ്ദേഹം ആ ക്യാരക്ടർ ചെയ്താലും ആ സിനിമ ചെയ്യാൻ പറ്റും. പക്ഷേ ആ ക്യാരക്ടർ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കൗതുകമായിട്ട് എനിക്ക് തോന്നിയത്. അതെ, അത് അങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും എൻ്റെ അടുത്ത് നമ്മുടെ അടുത്ത് വന്നതും. അത് ഈ ക്യാരക്ടർ അജയേട്ടൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഞാനത് ചെയ്തത്. മനസ്സിലായി. ഒരു പുതിയ മേഖലയിലേക്കാണ് ചൂട് വെച്ചല്ലേ. എപ്പോഴും വെള്ളത്തിൽ ജീവിക്കുന്ന ആള്, വേറെ ഒന്നും ചിന്തിക്കില്ല, ഷിപ്പിലൊക്കെയാണ് വെള്ളത്തിൽ
വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന കരയിലുമായിട്ട് ജീവി ജീവിക്കുന്ന എന്ന് നമ്മള് പണ്ടൊക്കെ പറയാം വെള്ളത്തിലും കരയിൽ ജീവിക്കുന്ന ജീവിയുടെ പേര് പറയുമ്പോൾ നമുക്ക് ഇദ്ദേഹത്തിനെ ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമ മേഖല, നമുക്കറിയില്ലാത്തൊരു മേഖലയിലേക്ക്, അഭിനയ മേഖലയിലേക്ക് വരുന്നു. ഈ പറഞ്ഞ പോലെ ഒരു അഭിനയം എന്നൊരു മോഹം നേരത്തെ ഉണ്ടായിരുന്നതാണോ? അഭിനയം എന്നുള്ള മോഹം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ തീർച്ചയായിട്ടും എന്നും ഉണ്ട്. നമുക്ക് ബിഗ് സ്ക്രീനിൽ ചെറുപ്പം മുതലേ സിനിമ കാണുമ്പോൾ, ഇപ്പോൾ ലാലേട്ടൻ്റെ ഒക്കെ നല്ലൊരു മൂവി കാണുമ്പോൾ നമുക്ക് എപ്പോഴും അതൊരു ഇമിറ്റേറ്റ് ചെയ്യാൻ ഒരാഗ്രഹം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ആഗ്രഹം എന്നുണ്ടായിരുന്നു. പിന്നെ ഒരു 12th കഴിഞ്ഞപ്പോൾ ആ ഒരു ആഗ്രഹം കുറച്ചും കൂടിയും കൂടിയപ്പോൾ സിനിമയിലേക്കൊന്ന് നോക്കി. പിന്നെ എപ്പോഴും അറിയുള്ളൂ ടൈം, സിനിമയിൽ ഒരുപാട് സമയം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ കരിയറും ഇതും കൂടി ഏത് ചൂസ് ചെയ്യണം എന്നുള്ള വന്നപ്പോൾ അന്ന് മർച്ചൻ്റ് നേവിയിലേക്ക് ജോയിൻ ചെയ്തു. പിന്നെ ഒരു 13-14 വർഷം കരിയർ ഓറിയൻറ്റഡ് ആയിട്ട് പോയി, അങ്ങനെ ഒരു ക്യാപ്റ്റനായി. അപ്പോൾ തിരിച്ചു വന്നപ്പോൾ വീണ്ടും നമ്മൾ ആ സമയത്ത് പ്രതീക്ഷിച്ചാലും ഇപ്പോൾ പ്രതീക്ഷിക്കാണ്ട് വന്നൊരു ചാൻസ് ആയിരുന്നു. ഇതിന് മുമ്പേ ഇതേ ഡയറക്ടർ തന്നെ വേറൊരു തമിഴ് മൂവിയിലേക്ക് വേണ്ടിയിട്ടൊരു ക്യാരക്ടറിന് വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അത് നടക്കാണ്ട് പോയി. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത സമയത്താണ് ഈ മൂവി വരുന്നതും. അപ്പോൾ അതിൻ്റെ അകത്ത് അവർക്കൊരു പുതുമുഖം തന്നെ ആ ഒരു റോളിലേക്ക് കയറണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞപ്പോൾ അങ്ങനെ അത് കറക്റ്റായി വന്നു. 12ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സിനിമയുള്ള ഒരു മോഹം, പിന്നീട് മർച്ചൻ്റ് നേവി പോയി 13 വർഷം അതെ 13 വർഷം യാത്ര. ആ സമയമാണ് നമുക്ക് തെളിഞ്ഞിരിക്കുന്നത്. അതെ അല്ല, ഇനി പ്രേക്ഷകരുടെ കയ്യിലാണ്. പക്ഷെ ടിനി ഈ ലുക്കും ഭാവമൊക്കെ കണ്ടിട്ടേ ഇദ്ദേഹത്തിന് സാധാരണ ടിനി ഒരാളെ കണ്ടു തന്നെ പറയാണ്ട് ലുക്കും ഭാവം. ടിനി എന്താണ് പറയുക? നല്ല ഐശ്വര്യമുള്ളൊരു മുഖമാണ്. ഞങ്ങളുടെ കമലഹാസൻ എന്ന് പറയുന്നത്. ചേട്ടൻ എല്ലാവരും അല്ല, ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഇത്രയും മുടി നീട്ടി വളർത്തിയ ക്യാപ്റ്റൻ ഉണ്ടാവില്ല. പക്ഷെ അദ്ദേഹം കുറേ നാൾ ഇന്റർവെല്ലിൽ എടുത്ത് അപ്പോൾ വളർത്തിയതാണ്. അപ്പോൾ ആദ്യം കാണുമ്പോൾ തന്നെ ഒരു ക്യാപ്റ്റനാണ് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കാസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമക്ക് പറ്റിയ രൂപമാണ്. കാരണം വില്ലനാണോ നായകനാണോ നായകന്റെ കൂട്ടുകാരനാണോ ഒന്നും പറയാൻ പറ്റാത്തൊരു രൂപമാണ് അല്ലേ? അതെ അതെ അതെ. ഇതിനു വേണ്ടി മുടി വെച്ച് അല്ലല്ല അല്ല, സിനിമയ്ക്ക് വേണ്ടി വെച്ചല്ല. അല്ല, അതിന് മുമ്പ് കോവിഡൊക്കെ കഴിഞ്ഞപ്പോൾ മുടി വളർത്താൻ തുടങ്ങിയത്. ഈ കോവിഡ് സമയത്തൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ഷിപ്പിലൊക്കെ അല്ലേ? ഇല്ല, ഞാൻ കോവിഡിന്റെ ജസ്റ്റ് മുമ്പേ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ഷോർ ജോബിലേക്ക് മൊത്തത്തിൽ ഷിപ്പ് കൺസ്ട്രക്ഷനും കാര്യങ്ങളിലേക്കും മാറി. ഇവരായിട്ടുള്ള ഒരു അടുപ്പം എങ്ങനെയാണ്? അടുപ്പം എന്ന് പറഞ്ഞാൽ സിനിമയ്ക്ക് മുമ്പുള്ള ഒരു അടുപ്പമാണോ? അല്ല, സിനിമയ്ക്ക് മുമ്പേ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും സ്ക്രീനിൽ കണ്ടുള്ളൊരു ഭയങ്കര ഒരു ആ ഒരു ഹാപ്പിനെസ്സും താല്പര്യമായിരുന്നു. പക്ഷേ നേരിട്ട് കണ്ടത് ഈ മൂവി ത്രൂ തന്നെയാണ്. അപ്പോൾ ഡയറക്ടറാണ് പറഞ്ഞത് നമ്മുടെ ലീഡ് റോള് പക്രുചേട്ടനായിരിക്കും ചെയ്യുന്നത്. അതേപോലെ നമുക്ക് അതിലത്തെ മേജർ ഒരു ക്യാരക്ടർ റോള് ചെയ്യുന്നുണ്ട്. അതൊരു ആക്ച്വലി പറയുകയാണെങ്കിൽ 2 ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ആ റോള് ചെയ്യുന്നത് ടിനിച്ചേട്ടനാണ്. അപ്പം നമുക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പണ്ട് മുതലേ ടിനിച്ചേട്ടനെയും പക്രുചേട്ടനെയും ഒരുമിച്ച് കണ്ടിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ് വീണ്ടും സിനിമയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ചോദിച്ചു, ഇവർ രണ്ടുപേരുടെ കൂടിയും ത്രൂ ഔട്ട് മൂവി അല്ല. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് അങ്ങനെയല്ല പോകുന്നത്. സ്ക്രിപ്റ്റിൽ വ്യക്തമായിട്ട് ഓരോരുത്തർക്കും ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ശരിക്കും പറയുകയാണെങ്കിൽ പക്രുചേട്ടൻ മാത്രമാണ് ഫുൾ ത്രൂ ഔട്ട് മൂവി ലീഡ് ചെയ്യുന്ന റോള്. ബാക്കി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 24 ആർട്ടിസ്റ്റോളം എല്ലാവരും പക്രുചേട്ടനെ സപ്പോർട്ട് ചെയ്യാൻ ഓരോരോ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ വന്നിട്ട് ക്യാരക്ടേഴ്സ് കയറി പോവുകയാണ്. പക്ഷേ ആ ഓരോരോ ക്യാരക്ടേഴ്സിനും ഡെപ്ത് ഉണ്ട്. ഇപ്പോൾ ഞാനും ടിൻചേട്ടനും പോസ്റ്ററിലുണ്ടെങ്കിലും ഞങ്ങളെയും കാട്ടിലും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒപ്പം തന്നെ നിൽക്കുന്ന ക്യാരക്ടേഴ്സാണ് എല്ലാ ക്യാരക്ടേഴ്സും. ഇപ്പോൾ പക്രുചേട്ടൻ്റെ അച്ഛനായിട്ട് വരുന്ന രമേശ് ചേട്ടനുണ്ട്. രമേശ് ചേട്ടൻ ശരിക്കും പറഞ്ഞാൽ ആ ക്യാരക്ടർ ത്രൂ ഔട്ട് ചെയ്തു പോകുന്നുണ്ട്. വീട്ടിൽ നോക്കുകയാണെങ്കിൽ പക്രുചേട്ടൻ്റെ കൂടെ ഷാജു ചേട്ടനുണ്ട്, ഷാജു ശ്രീധർ പക്രുചേട്ടൻ്റെ ചേട്ടനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പക്രുചേട്ടൻ്റെ ഫ്രണ്ട്സായിട്ട് കളിക്കൂട്ടുകാരനായി നിന്ന് കൂടെ ത്രൂ ഔട്ട് ഡ്രൈവറായിട്ടും എല്ലാമായിട്ടും കൂടെ നിൽക്കുന്നത് നോബി ചേട്ടനാണ്. പിന്നെ ചേട്ടൻ്റെ തന്നെ നാട്ടിലുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ബിനോയ് നമ്പാല എന്നും പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഓഫീസിലേക്കൊക്കെ വരികയാണെങ്കിൽ അവിടെ വേറെ ക്യാരക്ടേഴ്സ് സുനിൽ സുഗതുണ്ട്. പിന്നെ അതേപോലെ തന്നെ വിജയ് മേനോൻ സാർ വന്നിട്ട് ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. TG രവിചേട്ടനുണ്ട്, E രാജേന്ദ്രനുണ്ട്, ദിനേശ് പണിക്കരുണ്ട്, ബിനു അടിമാലി ഉണ്ട്. ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പേരുകൾ വിട്ടുപോകും. കാരണം സീനു സോഹൻലാലേട്ടൻ, ഇടവേള ബാബു ചേട്ടൻ, അങ്ങനെ ഒരു നീണ്ട നിരയാണ്. അപ്പോൾ എനിക്ക് എന്ന് പറയുമ്പോൾ സെറ്റിൽ ഇത്രയും പേരെയും ബിഗ് സ്ക്രീനിൽ കണ്ട് പരിചയം മാത്രമല്ല, എനിക്ക് ഓരോരോ ദിവസവും ഈ ക്യാരക്ടേഴ്സിനെ കാണുമ്പോൾ ഞാൻ ആ ഒരു ഹാപ്പിനെസ് എനിക്കത് ആ ഫുൾ സെറ്റ് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ അനുഭവം. കാരണം നമുക്ക് സിനിമയിൽ വരണം, അഭിനയിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലും അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ ക്യാരവനിലിരിക്കുമ്പോൾ ഓരോരുത്തരെയും കാണുമ്പോൾ നമ്മൾ ബിഗ് സ്ക്രീനിൽ നിന്ന് നമ്മുടെ മുമ്പിൽ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം വേറെ തന്നെയായിരുന്നു. തിരമാലകൾക്ക്
ഉന്നം വെച്ച് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ തിരമാലകൾ പോലെ ഒരു ആർട്ടിസ്റ്റെ കൊണ്ട് അതെ 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 ഒരു മൂവിയിൽ ഇത്രയും ആർട്ടിസ്റ്റിന് ഭയങ്കര സന്തോഷം. ഈ സിനിമ കഴിഞ്ഞിട്ടാണ് അടുത്ത വേഷങ്ങൾ ഏതാണെന്ന് ചിന്തിക്കാൻ. എനിക്ക് അല്ല, അത് ഇതിന്റെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. കമലഹാസൻ അല്ല, ഇദ്ദേഹം ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞപ്പോൾ ഹൈദരാജി ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഇത്രയും ഇതായിട്ടൊരു പുതുമുഖ നടൻ അല്ല ഇങ്ങനെ പഠിച്ചു വെച്ചിട്ട് പക്ഷേ എന്നാല് ഇതിന്റെ സ്ക്രിപ്റ്റ് തൊട്ടിട്ട് ഇതിന്റെ പ്രൊഡക്ഷൻ മോഷൻ ഡ്രാഗൺ വരുന്നത് തൊട്ടിട്ടുള്ള ഇതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഈ സിനിമ ഒന്ന് എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത് രാകേഷാണ്. അതുകൊണ്ടാണ് രാകേഷ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് രാകേഷ് സിനിമ പഠിച്ചു. സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയോടുള്ള അതിയായ പാഷനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് സിനിമയുടെ കൂടെ നിന്ന് അതിൻ്റെ എല്ലാ ഏരിയയിലും നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നൊക്കെ ഉള്ള തരത്തിലുള്ളൊരു കാര്യം വന്നിട്ടുണ്ട്. മിക്കവാറും ചിലപ്പോൾ നാളെ ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു വലിയ പ്രൊഡ്യൂസറോ ഒക്കെ ആവാൻ സാധ്യതയുള്ള ഒരു കലാകാരനാണ് ഇരിക്കുന്നത്. ഇവിടെ ഇരുത്തിയിരിക്കുന്ന അതുപോലെ തന്നെ നടനും പറ്റുമല്ലോ. നമ്മളും ചെയ്തിട്ടില്ലേ, പ്രൊഡ്യൂസ് ചെയ്ത് പടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കഴിവുള്ള ഒരാളായിരിക്കും സിനിമ കണ്ട് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെടേണ്ടത് പ്രേക്ഷകരാണ്. തീർച്ചയായിട്ടും നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്, കുഴപ്പമില്ല. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെപ്പോലെ ഒരു കലാകാരന്മാർ ഇത്രയും കലാകാരന്മാരുടെ ഒപ്പമാണ് നിന്ന് അഭിനയിച്ചിരിക്കുന്നത്. ഇത്രയും ആളുകളുണ്ട്, ഇവരൊക്കെ തഴക്കവും പഴക്കവും ഉള്ളവരാണ്. അവിടെ നിന്ന് താങ്കൾ അഭിനയിക്കാൻ ഈ സിനിമയിലുണ്ടെങ്കിൽ താങ്കൾ ഒരു കഴിവ് ഇവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് താങ്കളുടെ കഴിവ് ഇവരും ഇനി പ്രേക്ഷകർ തിരിച്ചറിയണ്ട. പ്രേക്ഷകർ തിരിച്ചറിവാണ് നമ്മുടെ ഒരു വളർച്ചയ്ക്ക് ഏറ്റവും കാരണമാണ്. എക്സാം എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കുട്ടീനെ പോലെ അത്രേ ഉള്ളൂ, കാത്തിരിക്കുകയാണ്. ആ റിസൾട്ട് നമ്മളല്ലല്ലോ ജഡ്ജ് ചെയ്യേണ്ടത്. ജഡ്ജ് ചെയ്യേണ്ട ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നതനുസരിച്ച് നമുക്കത് പ്രാബല്യത്തിലേക്ക് ആക്കാൻ മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ നേരത്തെ ചോദിച്ചത് തന്നെയാണ്, നിങ്ങൾ കുറച്ച് നാളായിട്ട് ഒരുമിച്ചില്ലാത്തൊരു സമയമുണ്ടായിരുന്നു. നിങ്ങളുണ്ട് മൊത്തത്തിൽ ചർച്ച വരെ വന്നിട്ടുണ്ട്. ഇനി ചില സമയത്ത് മമ്മൂക്കാടെ കൂടെ കാണുന്ന ഒരാൾ, ചില സമയത്ത് അവിടുന്ന് മാറി. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഒരുമിച്ചെന്നുള്ള ഒരു സാധനമുണ്ട്. നിങ്ങളിങ്ങനെ മാറി ഇങ്ങനെ നിന്ന് പോകുമ്പോൾ പല ആൾക്കാരും പല രീതിക്കുള്ള സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് പറയാം, അത്തരം ഒരു കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അന്ന് കണ്ടിരുന്നത്? അല്ല, ആ ഒരു സാധനം ഉണ്ടായെങ്കിൽ നല്ലതാണെന്നാണ് പറഞ്ഞത്. അല്ലെ, ആ ഒരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടില്ലെങ്കിൽ കാര്യമില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെയാണ് റിപ്പീറ്റേഷൻ ചെയ്യുന്നതൊന്നും ജനങ്ങൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് കിടന്നത്. പിന്നെ എനിക്ക് ഇതിനിടയ്ക്ക് കിട്ടാറില്ലല്ലോ, മുകളിൽ താഴ്ത്തു വരണ്ടേ. പിന്നെ ഈ ഞങ്ങൾ അവിടെ സ്ഥിരം കണ്ടുകൂട്ടുന്ന ആൾക്കാർ. നമ്മൾ ഇതേ താഴെ വരുമ്പോഴേ ലോഞ്ചിങ് പാഡിലാണ് ഞാനുള്ളത്. ഓക്കെ, അപ്പൊ ഇടയ്ക്ക് അദ്ദേഹം പോകും, തിരിച്ചു വരും, എന്നിട്ട് എടാ എന്നോണ്ട് ഇന്ന പോലെ കാര്യം. അപ്പം ഞാൻ പറയും ഇത് കഴിയും, അങ്ങനെയല്ലല്ലോ. ക്രമേണ ആളെ മനസ്സിലാക്കി കഴിയുമ്പോൾ അതങ്ങ് വിട്ട് കളയില്ലേ എന്ന് പറഞ്ഞ പോലെ ഒരു സംഭവമാണ്. അതുകൊണ്ട് അതൊരു വിഷയമുള്ളൊരു കാര്യമില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ രണ്ടുപേരും അടിസ്ഥാനപരമായിട്ടൊരു നല്ല സുഹൃത്തുക്കളായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ മേഖലയിൽ എപ്പോഴും നമ്മൾ ഒന്നിച്ചുണ്ട്. ഇപ്പോൾ അമ്മ അസോസിയേഷനാണെങ്കിലും മാ അസോസിയേഷനിലാണെങ്കിലും അല്ലാതെയുള്ള പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് നമുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ടിനി പറഞ്ഞ പോലെ തന്നെ ഒരു ആൾക്കാർക്ക് ഫീൽ ചെയ്യണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല, ഇവരൊരു ഫ്രഷ്നെസ്സിന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ആഗ്രഹിക്കുന്നതാണ്. പക്ഷേ ഇവിടെ ഓപ്പോസിറ്റ് വന്നിരിക്കുന്നവരെല്ലാവരും ചോദിക്കുമ്പോൾ അത് എൻ്റെ ഒരു ഗുണമുണ്ടായി എന്നുള്ളത് ഫീൽ ചെയ്യുന്നു. ഈ നിങ്ങൾ തമ്മിലുള്ള ഒത്തിരി ഗൾഫ് പ്രോഗ്രാം ഉണ്ട്, എന്നും ഓർത്തു വെക്കുന്ന ഒരു അനുഭവം എന്തായിരിക്കും? അയ്യോ, ഒരുപാട് രസകരമായ ഒരു മുഹൂർത്തം എന്തായിരിക്കും? അത് ഏത് പറയണം എന്നുള്ളതാണ്. കാരണം ഒത്തിരി പെട്ടെന്ന് പറയാൻ പറ്റുന്നൊരു സംഭവമുണ്ട്. ഈ ഗൾഫ് ഷോയ്ക്ക് പോകുന്ന സമയത്തൊക്കെ ഇവൻ പെട്ടെന്ന് ഇച്ചിരി ശ്രദ്ധക്കുറവുള്ള ആളാണ്, സ്പീഡും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളാണ്. അപ്പോൾ ഇവൻ ഒരു കാല് വെക്കുമ്പോൾ ഞാൻ 10 കാല് വെക്കണം, എന്നാലേ ഉപ്പ് എത്താൻ പറ്റുള്ളൂ. ഇവൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ ഇവൻ ഒരു കാല് വെച്ച് 2 കാല് വെച്ച് എത്തി എമിഗ്രേഷനിൽ. എത്തിക്കഴിഞ്ഞിട്ട് പുള്ളി അവിടെ കാത്തു നിൽക്കുക എന്നെ. കാരണം എന്താണെന്നറിയോ, നല്ല ക്യൂവാ. അപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ട് വേണം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പെട്ടെന്ന് കടന്നു പോകാം. അവരെന്നെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകും. അങ്ങനെ പാസ്പോർട്ടിൻ്റെ കൂടെ തന്നെ എന്നെ ഐഡൻറ്റി കാർഡായിട്ട് ഉപയോഗിക്കുന്ന ഒരാളായിരുന്നു. ഭയങ്കര ബുദ്ധി, ആദ്യം ഓടി പോവുകയും ചെയ്യും. അല്ല, അത് മറന്നുപോയല്ലോ, ഈ സംഗതി പുറകിലുണ്ട്, കൂടെ ഉണ്ടെന്നുള്ളത് പുള്ളി വിട്ടുപോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഭാഗത്തേക്ക് പറഞ്ഞ സ്പീഡ് കൂടുതലാണ്. അല്ല, ഈ ഗൾഫിലും വിദേശ രാജ്യങ്ങളിലും ഭയങ്കര കെയറാണ്, കാണാൻ ഇഷ്ടമാണ്. പിന്നെ ഉള്ളിൽ ഓഫീസിലൊക്കെ പോയിട്ട് വരും, അവിടെ പോയിട്ട് ഈന്തപ്പഴമൊക്കെ തരും. അറബികൾക്ക് പിന്നെ ഒരുമിച്ച് ഫോട്ടോ എടുക്കും. ആദ്യകാലത്തൊക്കെ ക്യാഷും തന്നിട്ടുണ്ട്, പൈസ മേടിച്ചിട്ടുണ്ട്. ക്യാഷ് തരും, ഫോട്ടോ എടുക്കും, അവരെടുത്തോണ്ട് പോകും. എല്ലാ സൗകര്യങ്ങളും എയർപോർട്ടിൽ അങ്ങനെയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അങ്ങനെ അവരുടെയൊക്കെ ഒരുപാട് സ്നേഹം കിട്ടിയ ഒരാളാണ് ഞാൻ.
ഈ പറഞ്ഞ പോലെ പുറത്ത് ഇപ്പൊ അമേരിക്കയിലൊക്കെ പോയാലും നമുക്ക് അധികം ക്യൂ നിൽക്കേണ്ടി വരും. എനിക്ക് തോന്നുന്നു അമേരിക്കയിലൊക്കെ നിങ്ങൾക്ക് ഒത്തിരി ഷോ ചെയ്തിട്ടുള്ളവരാണ് അല്ലേ? ഉണ്ട്. നമ്മൾ അതൊന്നും അല്ല, ചെറിയൊരു സ്ഥലം ലക്ഷദ്വീപ് അങ്ങനെയുള്ള സ്ഥലത്ത് പോയതാണ് ഏറ്റവും തമാശയായിട്ടും ഫ്രഷ് ആയിട്ടുള്ള ഓർമ്മ. കാരണം അമേരിക്കയിൽ 5-6 തവണ പോയിട്ടുണ്ട് റിപ്പീറ്റായിട്ട്. ലക്ഷദ്വീപിലൊക്കെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു അത്ഭുത മനുഷ്യനായിട്ടാണ് കാണുന്നത്. അവരുടെ വീടുകളിലുള്ള ക്ഷണം, അവിടുത്തെ രീതികളൊക്കെ നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയത്. കപ്പലിലായിരുന്നു യാത്ര. അവർ ഇദ്ദേഹം സ്ഥിരം കപ്പലിലാണ്, പക്ഷെ നമ്മള് ആദ്യമായിട്ടാണ് കപ്പലിൽ കയറുന്നത്. ലക്ഷദ്വീപ് യാത്ര ഭയങ്കര ഒരു അല്ലെങ്കിൽ എടുത്ത് പറയില്ല. അതെ അതെ അതെ, ഭയങ്കരമായിരിക്കും. കാരണം വൈകിട്ടാവുമ്പോ ക്ഷണം ഉണ്ടാവും. അപ്പൊ ഇവന് മാത്രമാണ് മെയിൻ ക്ഷണം. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പലഹാരങ്ങളുടെ വിഭവങ്ങളുടെ ഇതാണ്, മാർക്കറ്റ് പോലെയാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് എൻ്റെ കൂടെ കൂടും. ഞാൻ യാത്ര എന്ന് പറഞ്ഞാൽ ബൈക്കില, ഫ്രണ്ടിൽ ഇവരിയ്ക്കുന്നു, പുറകിൽ ഞാനിരിക്കുന്നു, നടുക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ആള്. അങ്ങനെ പല വീടുകളിൽ മീൻ വിഭവങ്ങൾ, അത് ഞങ്ങൾ 1 മാസം ഉണ്ടായിരുന്നു അവിടെ. ട്രാവൽ ചെയ്തിട്ട് ഒരു സ്ഥലത്ത് തന്നെ പരിപാടികൾ നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാ വീക്കെൻഡ്സിലും അവിടെ പ്രോഗ്രാം, അവിടെ തന്നെ പ്രോഗ്രാം. അവിടെ തന്നെ ഇരിക്കും. പക്ഷെ ആൾക്കാർ പല സ്ഥലത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു, അവരുടെ സ്നേഹം. പക്ഷെ അതൊരു നല്ല അനുഭവം, വേറൊരു ടെറൈനാണല്ലോ, വേറൊരു ജിയോഗ്രഫിയാണ് അവിടുത്തെ. അപ്പം അത് ഈ പല രീതിക്കും പല സംസാരങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു അല്ലേ? എനിക്ക് തോന്നുന്നു ടിനി പക്രുയെ കൊണ്ട് ജീവിക്കുന്നു, അല്ല പക്രു ടിനി ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, ആ രീതിക്ക് സംസാരം ഉണ്ടായ കാലഘട്ടം അല്ല, ജീവിക്കണ്ടല്ലോ, അത് മതി. പക്രുയെ കൊണ്ട് ചത്തെന്ന് പറഞ്ഞില്ല. അതില്ല, സംസാരം ഉണ്ടായിരുന്നു ടിനിക്ക് വരെ, നമുക്ക് എല്ലാവർക്കും അറിയാം. അത് എന്താന്നുള്ളത് കൃത്യമായിട്ട് അവന് തന്നെ അറിയാം. അതായത് സലീമേട്ടൻ പറഞ്ഞിട്ടുണ്ട്, ആ പാമ്പും വേലായുധനും വരുന്നുണ്ട്. അല്ല, അത് ഈ സ്ഥിരമായിട്ട് എങ്ങനെ ഒരു രണ്ടാൾക്കാർ പ്രോഗ്രാം ചെയ്യും, എല്ലാ ഇതിലും ഒന്നിച്ച് കാണുകയും ചെയ്യുമ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ പോലെ തന്നെയുള്ള കമൻറ്റുകളൊക്കെ വരുമല്ലോ. അതിനെയൊക്കെ അത്രയും അർഹിക്കുന്ന രീതിയിൽ തന്നെ നമ്മളും അത് എൻജോയ് ചെയ്യുക എന്നുള്ളത്. അല്ല, അതിനകത്തേക്കൊന്നും കൂടുതൽ അങ്ങനെ നമ്മളിത് ചെയ്യുന്നില്ലല്ലോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിജയ ഫോർമുല പിന്നെ അതിൻ്റെ പുറകെ പോകും. ഞങ്ങളൊന്നിച്ച് ചാനലിൽ ചെയ്ത പ്രോഗ്രാമുകളെല്ലാം ഭയങ്കര ഹിറ്റായിരുന്നു. അല്ല, അധികം ചെയ്തിട്ടൊന്നുമല്ലോ, 1-2 ചെയ്തതൊക്കെ തന്നെ, അതെല്ലാം തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഒരു ടീം 2 പേരും കൂടെ നിൽക്കുമ്പോൾ ഒരു രസമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ ഇഷ്ടപ്പെടുന്നത്. കൂടുതൽ പ്രോഗ്രാമുകൾക്കും ഞങ്ങളെ പുറത്തുനിന്നൊക്കെ വിളിച്ചതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പം ഞങ്ങൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ സിനിമയൊന്ന് ശ്രദ്ധിക്കപ്പെടുക. 916 കുഞ്ഞൂട്ടൻ ഈ പടം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കപ്പെട്ടാൽ ഇനിയും കൂടുതൽ ഇത്തരത്തിലുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കാം, ടിനിയിൽ നിന്നാണെങ്കിലും. കാരണം ടിനിയുടെ ക്യാരക്ടർ ഇതിനകത്ത് അത്യാവശ്യം നല്ല, ഇതുവരെയും ചെയ്തതിൽ നിന്ന് മാറി 1-2 ചെറിയ ചെറിയ സീക്വൻസസ് ഉണ്ട്. അതിലൊരു ഫൈറ്റ് ഉണ്ട്, അത് നല്ല ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ടിനിയെ യൂസ് ചെയ്യാത്ത ചില സംഗതികൾ ഇതുവരെയും സിനിമയിൽ അത് ഇതിൽ കുറച്ചേ ഉള്ളെങ്കിൽ അത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ്. ഈ സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അത് രസമായിരിക്കും. ഈ പറഞ്ഞ പോലെ ഞാൻ നടത്തും ജയറാമിന്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. പ്രായം ചെന്ന കഥാപാത്രത്തിലേക്ക് മാറിയാണ് ജയറാമിന്റെ അച്ഛനായിട്ട് ചെയ്തത്. അത്തരം കഥാപാത്രങ്ങൾ ചെയ്യുന്ന ഒരു സമയം വേറൊരു ഫീലാണല്ലേ? അങ്ങനെ പല കഥാപാത്രങ്ങളും ചെയ്തു. നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒരു വേദന തങ്ങി നിന്നൊരു കഥാപാത്രം ഏതായിരിക്കും? അത് ഈ ഇളയരാജയിലെ ക്യാരക്ടർ വനജൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ നമുക്കൊന്ന് അത്യാവശ്യം ഇത്തിരി റിയലിസ്റ്റിക് ഫിലിമായിരുന്നു. കാരണം നമ്മുടെ ജീവിതമൊക്കെ ആയിട്ട് എവിടെയൊക്കെയോ പാരലി കണക്ട് ചെയ്യുന്നത്. കാരണം അതിനകത്തെ വനജൻ കടല വിറ്റ് ജീവിക്കുന്നു, ഞാൻ കോമഡി വിറ്റ് ജീവിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഷെയ്ഡ്, ഒരു ഇടയ്ക്കിടയ്ക്ക് 2 മക്കൾ, കുടുംബം, പ്രാരാബ്ദം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെയൊക്കെ ഒരു തുടക്കവും വളരെ സാമ്പത്തികമായിട്ടൊക്കെ വളരെ കുഴപ്പത്തിലൂടെയായിരുന്നു കടന്നു വന്നതൊക്കെ. അപ്പോൾ അങ്ങനെ റിലേറ്റ് ചെയ്യുന്നൊരു സാധനമാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത് വേണമെങ്കിൽ അങ്ങനെയൊന്ന് പറയാവുന്നൊരു നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോഴും എപ്പോഴും നമ്മളെ എടുത്തു പറയുന്നൊരു സംഭവം എന്ന് പറഞ്ഞാൽ അത്ഭുതദീപ. പുതിയ യങ്സ്റ്റേഴ്സ് വരെ, പുതിയ ഈ 2K സ്റ്റുഡൻസ് എന്നൊക്കെ പറയുന്ന ആ ഗ്രൂപ്പ് പോലും അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അത്ഭുതദീപിലെ ക്യാരക്ടർ. അതൊരു ഫാൻറ്റസി ആണല്ലോ. ഫാൻറ്റസി ആകുമ്പോൾ അതിനകത്ത് അങ്ങനെ ഗജേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പടത്തിൽ എനിക്ക് 2 നായികമാരാ. അത്ഭുതദ്വീപിലെ ഏതാണ്ട് 5 പേരും ഗജേട്ടനെ കെട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിന്ന അത്ര സുഖമുള്ളൊരു കാര്യമല്ല ഇത്. കാരണം 2 പേരുണ്ട്, നല്ല രസമാണ്. അത് ഡയാനയും നിയ വർഗീസ് 2 പേരാണ് അഭിനയിച്ചിരിക്കുന്നത്. നല്ല ഒരു മലയാള സിനിമയിൽ നായികനെ കിട്ടാൻ വിഷമം ഒരിക്കലും ഇല്ലാത്തൊരു ആർട്ടിസ്റ്റാണ്. പല ആൾക്കാരും അങ്ങനത്തെ വിഷയങ്ങൾ വരാറുണ്ട്. വെച്ചിട്ട് മാറ്റേണ്ടവരെ വന്നിട്ടുണ്ട്. അവർ തമ്മിൽ കോമ്പിനേഷൻ ശരിയാവുക, അവരുടെ ഹൈറ്റ് തമ്മിൽ പ്രശ്നമാവുക, മറ്റേത്
അങ്ങനെ ഒരു ടെൻഷനും ഇല്ല. വിളിച്ച ഉടനെ തന്നെ നായികമാരെ കിട്ടാൻ എളുപ്പമാണ്. അതെല്ലാവരും അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ച് പേരൊക്കെ 5 നായികമാരൊക്കെ ഒരു നായകരൊപ്പം അഭിനയിച്ചാണ്. വീണ്ടും കാലങ്ങൾ വരുന്നത് ഇതിലും 2 നായികമാര് കുറയുന്നില്ല നായികമാരാണ്. ഇല്ല. എനിക്ക് അസുഖപ്പെടുത്ത് കാര്യമില്ല ടിനി. അല്ല, ഞാൻ എൻ്റെ അകത്ത് ബ്രഹ്മചാരിയാണ്. വേറെ അങ്ങനെ പൊക്കോ. അല്ല, ഈ പറച്ചിനകത്തുണ്ടല്ലോ എല്ലാം ഉണ്ട്. ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിലുണ്ട്. സ്ക്രിപ്റ്റില് ഇവൻ ഇടപെട്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒരു നായിക പോലും തരാതെ പേരിന് പോലും അല്ലേ. ഇവര് ഇപ്പൊ നായികയായിട്ട് ഇരിക്കുകയാണെങ്കിൽ തന്നെ എന്നെ നിർത്തുന്നത് 1 കിലോമീറ്റർ അപ്പുറമാണ്. അത് ശ്രീനിവാസ് റെഡ്ഡി എന്ന് പറഞ്ഞ ക്യാമറമാനാണ്, പുള്ളി തെലുങ്ക. അപ്പൊ പുള്ളിക്ക് എത്ര ദൂരത്ത് നിന്നാലും കുഴപ്പമില്ല, പുള്ളിയുടെ ക്യാമറയിൽ പതിച്ചിരിക്കും. അപ്പൊ അനുസരിച്ച് മാറ്റി നിർത്തി തന്നിട്ടുണ്ട് ഇവര്. അതെ, അത് സ്ക്രിപ്റ്റിൽ അതും വെക്കേണ്ട. ഒരു 100 മീറ്റർ ഒക്കെ വെച്ചാൽ പോരെ, 1 കിലോമീറ്റർ ഒക്കെ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം പുള്ളിക്ക് അതിനകത്ത് ഉള്ള കാര്യങ്ങളാണ് പറഞ്ഞത്, ഓപ്പണായിട്ട് പറഞ്ഞത്. അത്ഭുതത്തിന്റെ അടുത്ത പാർട്ടിനും ഇല്ലേ? തീർച്ചയായിട്ടും സാറ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ്. വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അത്ഭുത ദീപ് 2-ന് വേണ്ടി. സാർ അനൗൺസ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ മറ്റ് എന്താ പറയുന്നത്, തുടക്കം കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അതിൻ്റെ പിന്നണിയിലാണ് ഇപ്പോൾ സാറ്. ഇതിനിടയ്ക്ക് തമിഴ് സിനിമയിലൊക്കെ പോയി. തമിഴിൽ വന്താച്ച് അങ്ങനെയാണല്ലോ, വന്താച്ച്. തമിഴിൽ ആദ്യത്തെ പടം തന്നെ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ട് പിന്നെ കുറേ അതിൻ്റെ ചുവട് പിടിച്ച് കുറേ ഒരുപിടി നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി തമിഴിൽ. പിന്നെ ഇപ്പോൾ ഈ അടുത്ത് 2 പടം വന്നിരുന്നു. ഒന്ന് ബഗീര, പ്രഭുദേവ സാറിൻ്റെ കൂടെ ചെയ്തു. പിന്നെ ഒന്നിപ്പം ജീവയുടെ കൂടെ തന്നെ വീണ്ടും നമ്മുടെ അഗത്യ എന്ന് പറഞ്ഞിട്ട് PA വിജയ് ഡയറക്റ്റ് ചെയ്ത പടം, അതും ഇങ്ങനെ ഓടുന്നു. ഈ പ്രഭുദേവ സാറിൻ്റെ കൂടെ ഒക്കെ ചെയ്തപ്പോൾ ഉള്ളൊരു എക്സ്പീരിയൻസ് ഭയങ്കരമായിരിക്കുമല്ലോ. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അത് ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരും മാത്രമായിട്ടുള്ള കുറേ സീക്വൻസസ് ഉണ്ടായിരുന്നു ആ പടത്തിൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ എനിക്ക് ടെൻഷൻ വേറൊന്നും ഉണ്ടായിരുന്നില്ല. ഡാൻസ് സീക്വൻസിലൊക്കെ നമ്മളെ പിടിച്ചിടുമോ എന്നൊരു പേടിയിട്ട് എന്തായാലും അതെ, ഞാൻ പ്രതീക്ഷ പോലെ അപകടം ഉണ്ടായില്ല. അതൊന്നും ആ ഒരു ഏരിയയിലേ നമ്മളില്ല. ഈ തമിഴിലേക്ക് പോകുമ്പോൾ വേറെ ഇപ്പൊ നേരത്തെ ഇപ്പൊ പറഞ്ഞ പോലെ ലക്ഷദ്വീപിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകരണം, നമ്മൾ എന്തോരം അമേരിക്കയിൽ പോയിട്ടുണ്ടെങ്കിൽ ലക്ഷദ്വീപ് കിട്ടിയ ഒരു സ്വീകരണം എന്ന് പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്വീകരണം വേറെ അല്ലേ? അല്ലേ? അല്ല, സ്വീകരണം വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ വേറൊരു കാര്യമുണ്ട്. 2 രീതികളാണല്ലോ. തമിഴ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ലോകം. നമ്മുടെ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ നമുക്ക് വേറൊരു ഫീലാണ്. നമ്മുടെ വീട് പോലെ നമുക്ക് ഫീൽ ചെയ്യും. മറ്റേ നമുക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ തന്നെ തോന്നും. പിന്നെ അവിടെ ഇപ്പോൾ പറയില്ലേ, അത് തമിഴിലാണ് സുഖം, മലയാളത്തിലേക്കാണ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പിന്നെയും കുറച്ചുകൂടി കംഫർട്ടബിൾ മലയാളത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ തമിഴ് പല പടങ്ങളും വലിയ ഹിറ്റായി കഴിഞ്ഞിട്ടും തമിഴ്നാട്ടിൽ പോയിട്ട് കുറച്ച് PR വർക്കും അവിടെ കുറച്ചൊക്കെ നിൽക്കുകയും അവിടെ കുറച്ച് ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ, കോമഡിക്ക് അവിടെ ഇച്ചിരി ഭാഷ സ്ലാങ്ങൊക്കെ നോക്കും, ഇച്ചിരി അതൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അങ്ങനെയുള്ളൊരു ശ്രമമൊന്നും ഞാൻ നടത്തിയില്ല. കാരണം ഞാൻ ഇവിടെ തന്നെ അത്യാവശ്യം ബിസിയായിട്ട് നമുക്ക് കുറേ വർക്കുകൾ വന്നതുകൊണ്ട് അങ്ങനെ പോയില്ല എന്നുള്ളൂ. പ്രൊഡക്ഷനിലേക്ക് വന്നായിരുന്നു, പ്രൊഡ്യൂസർ ആയിരുന്നു, അത്തരം രീതിയിലേക്ക് വേണം ഡയറക്റ്റ് ചെയ്ത് പടം. അതാ പറഞ്ഞത്. പിന്നെ ഡയറക്ഷനിലേക്ക് വന്നായിരുന്നു, അഭിനയം, പ്രൊഡക്ഷൻ എല്ലാം പഠിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. അല്ല, അതെന്താ വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് നമ്മളെ സ്വയം നമുക്ക് തന്നെ ഒരു റീഫ്രഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു രംഗത്ത് നിൽക്കുമ്പോൾ അതിനകത്ത് നിന്നിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളും കൂടെ ചെയ്യാനുള്ളൊരു താല്പര്യം എനിക്കുണ്ട്. അപ്പോൾ എനിക്ക് അഭിനയിക്കുന്നതിനേക്കാൾ എനിക്ക് കൂടുതൽ കുട്ടിക്കാലത്തൊക്കെ ആഗ്രഹം സംവിധാനം ചെയ്യുന്നത്. അതൊട്ട് എനിക്കൊക്കെ അറിയാം. കാരണം ഞങ്ങളുടെ സ്കിറ്റുകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്കിറ്റുകൾക്കകത്തുള്ള ചില കാര്യങ്ങളും ഡയറക്ഷനും മറ്റു കാര്യങ്ങളും അതുപോലെ തന്നെ അതിങ്ങനെ ചെയ്യണം, അങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ കൂട്ടുകാരായിട്ടൊക്കെ ഞങ്ങൾ ചില തമാശകളൊക്കെ പറയുന്ന സമയത്ത് ടിനി പറഞ്ഞിട്ടുണ്ട്, നീ സംവിധാനം ചെയ്യും കേട്ടോ, നീ പടം ചെയ്യുമെന്ന് പറഞ്ഞു. അന്നേരമൊന്നും അതേപ്പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ സ്കിറ്റുകൾക്കകത്താണെങ്കിലും അതുപോലെ ഈ സ്പെഷ്യൽ ഷോകളൊക്കെ വരും ഞങ്ങളൊന്നിച്ച്, ഏതെങ്കിലുമൊക്കെ ഒരു ചാനലിൻ്റെ, ഈ അമൃതയുടെയോ അല്ലെങ്കിൽ എല്ലാ പ്രോഗ്രാമിൻ്റെയും, ഏഷ്യാനെറ്റ് എല്ലാ ചാനലുകളും, സൂര്യ, അങ്ങനെയൊക്കെ ഏത് ഫെസ്റ്റിവലുണ്ടോ ആ സമയത്ത് ഞങ്ങളുടെ സ്പെഷ്യൽ എന്തെങ്കിലും സംഭവം കാണും. അപ്പോൾ അതെല്ലാം ഞങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഞങ്ങൾ തന്നെ. ടിനി സ്ക്രിപ്റ്റിൻ്റെ കുറേ ചവറ് പെറുക്കി കൊണ്ടു കൊടുക്കും, പുള്ളി കറക്റ്റ് അത് ഒരു അടുക്കി നെല്ലും പതിരും തിരിച്ച് അതിൽ ആരൊക്കെ വേണം എന്തൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണല്ലോ നമ്മൾ ഇതിൻ്റെ കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. ഇവന്റെ ബുദ്ധി എൻ്റെ ശക്തി അതാണ് കറക്റ്റ്. അതെ, ഞാൻ പുറത്തൊക്കെ പോയി ആളെ കൊണ്ടുവന്ന് മറ്റേ കോമഡിയൊക്കെ കൊണ്ടിരുന്ന് കൊടുക്കും. പുള്ളി തലയിൽ വെച്ചിട്ട് സ്ക്രാപ്പ് പോലെ കൊണ്ടുവന്ന് കൊടുക്കും. പുള്ളി അവിടെ ഇരുന്ന് അടിച്ച് സാധനം ഉണ്ടാക്കും. റെഡിയാക്കി ഇടയ്ക്ക് ഈ ശക്തി കുറയ്ക്കാൻ ഞാൻ ബുദ്ധി പ്രയോഗിക്കേണ്ടി വരുമെന്ന്
സ്വർണ്ണപ്പണിക്കാരനാ, അതാണ് ആ പേര് വന്നത് 916 കുഞ്ഞു ടെക്. അല്ല അത് ഈ പറഞ്ഞ പോലെ അത് എല്ലാ മേഖലയും പഠിച്ചത് നന്നായിട്ടുണ്ടോ? അല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണോന്നൊന്നും ഒന്നുമല്ല. നമുക്കിപ്പം ഇനിയിപ്പോൾ അല്ല ഡയറക്ഷന് സിനിമയിൽ റോളുകൾ വളരെ കുറഞ്ഞു, നമുക്ക് വീണ്ടും അടുത്ത് തന്നെ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഇപ്പോഴും ഉണ്ട്. ആഗ്രഹങ്ങൾ അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. ആ ഒരു ആഗ്രഹവും തീയും ഒന്നും ഒട്ടും കുറഞ്ഞിട്ടില്ല. ഉന്മേഷം ഉഷാറും ഉണ്ടല്ലോ, കൊതി എന്ന് പറയുന്ന സാധനം അതുണ്ട്. പിന്നെ ഇപ്പോൾ ആഗ്രഹം ശരിക്കും നല്ല സുഖം എന്താണെന്ന് വെച്ചാൽ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു സിനിമയിൽ. കാരണം സംവിധാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ ഈ ഫിഗറൊക്കെ അങ്ങ് മാറും. 4 പ്രാവശ്യം വെയിൽ കൊണ്ട് കഴിയുമ്പോൾ വേറെ റൂട്ടായി പോകും നമ്മൾ. അപ്പോൾ അങ്ങനെയുള്ള ശാരീരികമായിട്ടുള്ളൊരു അധ്വാനം കുറച്ച് കൂടുതൽ വരുമ്പോൾ അതിൻ്റേതായ ചില ടെൻഷൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കറക്റ്റാണ്. ഈ ടിനിയോടുള്ള എന്തെങ്കിലും ഉപദേശം നടത്തിയിട്ടുണ്ട്? ഞാൻ എന്നും ഉപദേശിക്കാറുണ്ട്. എന്തെങ്കിലും ഉപദേശം എന്നുള്ളതല്ലല്ലോ. പക്ഷെ ടിനി സതുദ്ദേശത്തോടു കൂടി പറയുന്ന പല കാര്യങ്ങൾ, ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാവണം അല്ലെങ്കിൽ പർപ്പസ്ഫുള്ളി അത് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ എന്താ പറയുന്നത്, തുറന്ന് സംസാരിക്കുന്ന ചില ആളുകൾ തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇഷ്ടാവില്ല, പിന്നെ ചിലപ്പോൾ അത് ഇഷ്ടാവും. അതിപ്പോൾ ഓൾറെഡി തന്നെ എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്കൊക്കെ ടിനിയെ ഓൾറെഡി മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ സൗഹൃദം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് അവരവരുടെ മേഖലയിൽ ഏറ്റവും നന്നായി ഇരിക്കാനും ആ ഒരു ഇതിൽ ഉന്മേഷമായിട്ടിരിക്കാനും അല്ലേ നമ്മളെല്ലാവരും നോക്കും. അപ്പോൾ ആ ഒരു തീ ആർക്കും, ഞങ്ങൾക്ക് 2 പേർക്കും കിട്ടിട്ടില്ല, അങ്ങേക്കുമില്ല. ഇദ്ദേഹം ആണെങ്കിൽ ഇപ്പോൾ ഞങ്ങളെക്കാൾ കൂടുതൽ തീയിലാണ് നിൽക്കുന്നത് ആ ഉന്മേഷത്തിൽ. കാരണം ആദ്യത്തെ പടത്തിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാതെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതും ആ സിനിമ പ്രേക്ഷകരിലേക്ക് വന്നിട്ട് ഓക്കെ എന്ന് പറഞ്ഞാൽ പോലും ഫുൾ ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കും. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ ഓക്കെ പറയുന്ന ഒരു സിനിമയായി മാറട്ടെ. 916 സ്വർണ്ണത്തിന് വില കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം 916 അതുപോലെ വില കൂടിയ ഒരു ഐറ്റമായി ഈ സിനിമ മാറട്ടെ. പ്രേക്ഷകർ തിയേറ്ററിൽ തന്നെ ചെന്ന് കാണും. അതിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഞാനും ഉണ്ടാവും. ഈ സിനിമയ്ക്ക് വേണ്ടി എന്താവശ്യം എപ്പോൾ വിളിച്ചാലും ഏത് രാത്രി വിളിച്ചാലും കൂടെ ഉണ്ടാവും. താങ്ക് യു വെരി മച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.